ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ രേവതിയും സച്ചും കൂടെ ഓട്ടോയില് നമ്മുടെ രേവതിക്ക് പൂക്കൾ എടുക്കാൻ പോവാട്ടോ. മാല കെട്ടണമല്ലോ, 500 മാലയുടെ ഓർഡർ ആണല്ലോ കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി പോകുക. അപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ നമ്മുടെ രേവതി പറയുന്നുണ്ട്, ഇവിടെ നിർത്തിയിട്ടാൽ മതി എന്ന് പറയുമ്പോൾ നമ്മുടെ സച്ചു പറയുന്നുണ്ട്, അയ്യോ ഇവിടെ നിർത്താൻ പറ്റില്ല, ഇവിടെ പാർക്കിങ്ങിന് ഇതില്ലാത്തതാണ്, പോലീസ് വന്ന് പെറ്റിയടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ രേവതി പറയുന്നുണ്ട്, ഒരു പോലീസുകാരനും വരില്ല, പോലീസുകാരൻ വന്നാൽ തന്നെ ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി കൂളായിട്ട് പൂവൊക്കെ എടുക്കാൻ പോയിട്ട് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചി അവിടെ ഇരിക്കുവാണല്ലോ. അപ്പൊ സച്ചിനെ നമ്മുടെ പോലീസ് പിടിക്കുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ, മര്യാദക്ക് ഫൈൻ അടച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഫൈൻ അടപ്പിക്കാൻ പോവുക. അപ്പൊ തന്നെ നമ്മുടെ രേവതി വന്നിട്ട് പറയുന്നുണ്ട്, ഓ കണ്ട കഞ്ചാവും കള്ളക്കടത്തും സ്വർണ്ണമൊക്കെ കടത്തുമ്പോൾ നിങ്ങളുടെ ഈ ശുഷ്കാന്തിയൊക്കെ എവിടെയാ, പാവപ്പെട്ടവനൊന്ന് മണ്ടി അവിടെ നിന്ന് ഇട്ടാൽ അപ്പൊ തന്നെ ഭയങ്കര കേസായി വക്കാളായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഭയങ്കരമായിട്ട് ആളിക്കത്തുവായിട്ട് നമ്മുടെ പോലീസിന്റെ അടുത്ത്. അപ്പൊ നമ്മുടെ സച്ചി ആണെങ്കിൽ ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കും. ഇത് ഇവള് തന്നെയാണോ എന്നുള്ള രീതിയിൽ. അപ്പുറത്ത് നമ്മുടെ ശ്രീകാന്തും വർഷയും തമ്മിൽ ചെറിയൊരു അടിപിടിയും കാണിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സീരിയസ് ആയിട്ടുള്ളതല്ല, ചെറുതായിട്ടും കണ്ണാടിയുടെ മുമ്പിൽ നമ്മുടെ ശ്രീകാന്ത് ഒരുങ്ങുമ്പോൾ നമ്മുടെ വർഷ അതിന് മുമ്പിൽ കയറി വരികയും അങ്ങനത്തെ കുറച്ച് കോമഡി ആയിട്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാട്ടോ പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചത്. അതിനുശേഷം നമ്മുടെ രവീന്ദ്രനോട് നമ്മുടെ ചന്ദ്രമതി അവരുടെ വഴക്കിനെ പറ്റി, നമ്മുടെ ശ്രീകാന്തിന്റെയും വർഷയുടെ വഴക്കിനെ പറ്റി പറയുമ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുന്നുണ്ട്, നീ എന്തിനാ അവരുടെ ഇടയിലോട്ട് പോകുന്നേ, അവരുടെ വഴക്ക് അവർ തന്നെ അവിടെ തീർത്തോളും, നീ അതിന്റെ ഇടയിൽ ഇടപെടാൻ പോകണ്ട എന്നൊക്കെ പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ച കാഴ്ച. അപ്പൊ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാലോ. നമ്മുടെ രേവതി ഇപ്പൊ പഴയ രേവതി ഒന്നും അല്ല, ചെമ്പനീർപ്പൂവിൽ ഇപ്പൊ പുതിയ രേവതി വന്നിരിക്കുകയാണ് അല്ലേ. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.